പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം കുറേ പേരെന്നെ വിളിച്ചു, മെസ്സേജ് അയച്ചു. സന്തോഷം, വളരെ സന്തോഷം. അത്രയും പേര് നമ്മളെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ശരിക്കും ഹാപ്പിയാണ് തോന്നിയത്. പക്ഷേ അതിൽ കൂടുതൽ പേരും വിളിച്ചിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വന്നതിൻ്റെ വല്ല റിയാക്ഷൻ ആണോ എന്നായിരുന്നു. ആക്ച്വലി അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആ വീഡിയോയുടെ എവിടെയും ഞാൻ അതിൻ്റെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഞാൻ ഈ പെൺകുട്ടിയുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന യൂട്യൂബിലാണ്, ഒരു ഷോർട്ടായിട്ടാണ് കണ്ടത്. പിന്നീടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് എന്തെങ്കിലും ക്രീം പുരട്ടിയിട്ട് അതിന്റെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ വന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതിന്റെ 2 മിനിറ്റ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുക്കർ തുറന്നപ്പോൾ പറ്റിയൊരു അപകടമാണിത്. പാവം പെൺകുട്ടി, അതിന്റെ കണ്ണിലോട്ടൊന്നും പറ്റിയില്ല. കണ്ണിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കാഴ്ച തന്നെ നഷ്ടപ്പെട്ട് പോയേനെ. അതുകൊണ്ട് എല്ലാവരും കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. നിങ്ങൾ ധൃതി പിടിച്ച് അതൊന്നും തുറക്കുകയൊന്നും ചെയ്യരുത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. ഈ പെൺകുട്ടി വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് കേട്ടോ അത് തുറന്നത്. എന്താണോ ഭാഗ്യക്കേടെന്ന് പറഞ്ഞാൽ മതി. ഇതുപോലെ മുഖത്തോട്ട് കറി മൊത്തം തെറിച്ച് ആ കൊച്ചിന്റെ മുഖം മൊത്തം പൊള്ളി ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കുറച്ച് വെള്ളം ടാപ്പൊക്കെ തുറന്നു വെച്ചിട്ട് ഈ കുക്കർ അതിനകത്തോട്ട് അടിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രഷറൊക്കെ മാറി കിട്ടും. അതിനുശേഷം സ്പൂണൊക്കെ ഉപയോഗിച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഡബിൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന് ശേഷം മാത്രമാണ് അതിന്റെ മൂടി തുറക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്ന ആൾക്കാരും. ചില ആൾക്കാരൊക്കെ ഗ്യാസ് സ്റ്റവ് കുറേ പഴയതായാൽ പോലും അത് മാറ്റത്തില്ല. കുക്കറാണെങ്കിലും ഗ്യാസ് സ്റ്റവ് ആണെങ്കിലും അത് കുറച്ച് കാലതാമസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റണം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കേടുപാടുകളോ അല്ലെങ്കിൽ തുരുമ്പോ ഒക്കെ വറ്റി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഗ്യാസൊക്കെ ലീക്ക് ചെയ്യാനോ എല്ലാ അപകടങ്ങളൊക്കെ ഉണ്ടാവാനോ ചാൻസ് ഉണ്ട്. അപ്പം ആരാണെങ്കിലും, പെൺകുട്ടികളാണെങ്കിലും ഇപ്പോൾ ആരാണെങ്കിലും ഉപയോഗിക്കുന്നവർ കുറച്ചുകൂടെ ശ്രദ്ധയായിട്ട് ഉപയോഗിക്കുക.